നമ്മളൊരു എൻട്രി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ട്ടാ. രാവിലെ സമയം 9:35 നമ്മൾ എൻട്രി എടുക്കാനുള്ള മെയിൻ റീസൺ ഇവിടെ നിന്ന്, അതായത് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത രീതിയിലാണ് ഗ്രീൻ ക്യാൻഡിൽസ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം അവിടുന്ന് അപ്സൈഡ് പോകുന്നുള്ള വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റ് ഓർഡറിലല്ല എൻട്രി എടുത്തത്, ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഏത് ക്യാൻഡിലാണോ വ്യൂ തന്നത്, അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ തന്നത്, ആ ക്യാൻഡിൽ പ്രീമിയത്തിൽ ലോയിലാണ് ഞാൻ എപ്പോഴും നമ്മുടെ എൻട്രി പോയിന്റ് ഇട്ട് വെക്കാറ്. അപ്പൊ ഇന്നത്തെ ക്യാൻഡിലിന്റെ വന്നപ്പോഴാണ് അത് ഹിറ്റായിട്ട് നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പക്ഷെ എൻട്രി എടുത്തതിന് ശേഷം പ്രോപ്പർ ആയിട്ട്, അതായത് ഓർഡർ എക്സിക്യൂട്ട് ആയ ക്യാൻഡില് ഒരു വലിയൊരു ലോസ് ബീറിഷ് ക്യാൻഡിലായിട്ടാണ് വന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആണ് നമ്മുടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് താഴേക്ക് പോകണോ എന്നുള്ള, ഒറ്റയടിക്ക് നേരെ താഴത്തേക്ക് എത്തുമോ എന്നുള്ള ഒരു വ്യൂവിലാണ് നമ്മൾ പിരിക്കണത്. കാരണം ഇങ്ങനെ കാണിക്കുമ്പോൾ ഏകദേശം അറിയാം നമ്മുടെ വ്യൂ തെറ്റിക്കഴിഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത എൻട്രി റോങ് ആണെങ്കിൽ നേരത്തെ തന്നെ അതായത് എത്രയും പെട്ടെന്ന് തന്നെ ലോസിലേക്ക് മൂവ് ചെയ്യണതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത്, ലോസ് വന്നു കഴിഞ്ഞാൽ, അതായത് എൻട്രി എടുത്ത അപ്പൊ തന്നെ ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻസ് പലപ്പോഴും ഓവർ ആവാറുണ്ടെന്ന്. കാരണം കുറച്ചു നേരം മാർക്കറ്റിൽ നിന്നതിന്റെ ശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എൻട്രി എടുത്ത ആ ക്യാൻഡിലോ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലൊക്കെയോ പെട്ടെന്ന് സെൽ അടിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് കൂടുതലാവാറുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ വ്യൂ അപ്സൈഡിലേക്ക് പോകുന്നുള്ള വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തത്. മാർക്കറ്റിൽ ഒരിക്കലും ചാടി കയറിയിട്ട് എൻട്രി എടുക്കുവോ ഒന്നുമല്ല. നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ട് നമ്മുടെ വ്യൂവിനനുസരിച്ചിട്ട് എൻട്രി എടുത്തു. പിന്നെ മാർക്കറ്റ് ഇപ്പോ നിങ്ങൾക്ക് തോന്നും മാർക്കറ്റ് അതായത് ബേറിഷ് ആയിട്ട് പോലും ഇത്രയും ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് പോലും എന്താ അപ്സൈഡിലേക്ക് എൻട്രി എടുക്കാനുള്ള കാരണം, നമ്മുടെ വ്യൂ എന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഡെയിലി മാർക്കറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇതിനനുസരിച്ചിട്ട് പോവാ. ഇപ്പോ അതിപ്പോ സ്റ്റോപ്പ് ലോസ് അടിച്ചു വെച്ചെങ്കിൽ അത് നാളത്തെ ദിവസം 1:2 എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 1:3 എന്നുള്ള രീതിയിൽ നമുക്കത് റിക്കവർ ആയിട്ട് കിട്ടും. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിൽക്കുകയാണ് എപ്പോഴും വേണ്ടത്. അതിപ്പോ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു സ്ട്രാറ്റജി അല്ലാണ്ട് പല പല സ്ട്രാറ്റജി, 1, 2, 3 ദിവസം സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ പല പല സ്ട്രാറ്റജിക്ക് മാറുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും മാറിയിട്ട് യാതൊരു രീതിയിലുള്ള കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടേതായ സ്ട്രാറ്റജീസ് തന്നെ എപ്പോഴും വേണ്ടതാണ്. അപ്പൊ അത് കാരണം നോക്കുക, വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. ഇനിയിപ്പോ സ്റ്റോപ്പ് ലോസ് അടിച്ച് തന്നെ നമ്മൾ അടുത്തൊരു ട്രേഡ് എടുക്കും. അത് വെയിറ്റ് ചെയ്തിട്ടിരുന്നിട്ട് നമ്മുടെ പ്ലാൻ പ്രോപ്പർ ആയിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ആദ്യം തന്നെ ഫസ്റ്റ് ഒരു സമയത്ത് നമുക്ക് ആദ്യത്തെ ട്രേഡ് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ പലപ്പോഴും ഇമോഷൻസ് നന്നായിട്ട് വരാറുണ്ട്. അതൊരു സമയം കഴിയുമ്പോൾ നമ്മൾ റിക്കവർ ചെയ്ത് നോർമലി ഇതിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ റിസ്ക് റിവാർഡ്, നമ്മൾ വെക്കണ എത്ര ക്യാപിറ്റലിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഒരു ദിവസം ലോസ് വെക്കണേന്നും, നമുക്ക് എത്ര ദിവസം കൊണ്ട് ടാർഗറ്റ് എത്തിയാൽ അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് റിക്കവർ ചെയ്തിട്ട് വരാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കൊരു പ്ലാനിൽ ഉണ്ടായാൽ മതി. ഇപ്പൊ തന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എസ് എല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും നമുക്ക് എസ് എൽ അടിക്കാം. ഓക്കെ, എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സമയം രാവിലെ 9:57 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിഫ്റ്റിയിൽ വേറൊരു എൻട്രി കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 23,850 കോൾ ഓപ്ഷൻ, ഒന്നുകൂടി നേരത്തെ എടുത്ത പ്രീമിയത്തിനേക്കാളും താഴെയുള്ള ഒരു കോൾ ഓപ്ഷന്റെ പ്രീമിയം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിലും നമ്മുടെ വ്യൂ ഒന്ന് അപ്സൈഡിലേക്ക് ഇവിടുന്ന് പോകുന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതും നമ്മൾ ഉദ്ദേശിച്ച ക്യാൻഡിലിന്റെ, അതായത് ഇപ്പോ വരുന്ന ക്യാൻഡിലിന്റെ, ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ മുന്നത്തെ ക്യാൻഡിലാണ് നമ്മുടെ എൻട്രി പോയിന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രീമിയം ലെവലിൽ നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അപ്സൈഡ് പോകാനുള്ള വ്യൂ ആണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ ഡേ ഹൈ വരെ എത്തും എന്നുള്ള വ്യൂവിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായിട്ടും വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ശേഷം എന്താവുന്നുള്ളത്. നേരത്തെ ഇപ്പൊ നമ്മൾ സാധാരണ സെക്കൻഡ് ട്രേഡ് നമ്മൾ എപ്പോഴും എൻട്രി എടുക്കാറ് നേർപകുതി, ആദ്യം ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് എത്ര ക്വാണ്ടിറ്റി ആണോ
അതിന്റെ പകുതി. അതായത് ഫസ്റ്റ് ട്രേഡ് നമ്മൾ എപ്പോഴും ഡബിൾ ലോട്ട് എടുത്തിട്ട് 2 ലോട്ട് എടുത്തിട്ട് ചെയ്യാറ്. ഇപ്പൊ സെക്കൻഡ് ട്രേഡും സാധാരണ നമ്മൾ ഒരു ലോട്ടിലേക്ക് ചെയ്യാറ്. പക്ഷെ ഈ വട്ടം നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വ്യൂ ഉണ്ടെന്ന് എന്തായാലും തിരിയുന്നില്ല. അപ്പൊ അത് കാരണമാണ്. എന്ന് വിചാരിച്ചിട്ട് ഇതും സ്റ്റോപ്പ് ലോസ് അടിച്ചു വെച്ചെങ്കിൽ നമ്മുടെ ഒരുപാട് ലോസിലേക്ക് നമ്മൾ എന്തായാലും ഇന്ന് പോവില്ല. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസിലാണ്, ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസിലാണ് നമ്മൾ എന്തായാലും എൻട്രി എടുത്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രൈസ് ഇപ്പോ എൻട്രി എടുത്തതിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം വലിയൊരു മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. വന്ന ക്യാൻഡിൽസ് മുഴുവൻ ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആയിരുന്നു. ഒന്നോ രണ്ടോ ക്യാൻഡിൽസ് മാത്രമാണ് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിട്ട് വന്നത്. പക്ഷെ അതിന് ശേഷം വന്ന ഒരു ക്യാൻഡിൽ നമ്മളെ നല്ല രീതിയിലുള്ള പ്രീമിയത്തിന്റെ ഡീക്കെ വരുന്നുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അത് സെയിം ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു താഴത്തേക്കുള്ളൊരു ഫോൾ ആണ് വന്നത്. ഇങ്ങനത്തെ ഒരു ഫോൾ വരുമ്പോൾ ഇനി ഒരു ക്യാൻഡിലും കൂടി വന്ന, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രയാന്നുള്ളത് നമുക്കറിയാം. ജസ്റ്റ് 15 പോയിന്റ്സിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുത്തത്, അവിടുന്ന് നല്ലൊരു മൂവ്മെന്റ് തന്നില്ലെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിനനുസരിച്ച് അത് ലോസിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സെയിം അവസ്ഥയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര ഇമോഷണലി സ്റ്റോപ്പ് ലോസ് നീട്ടി വെക്കാനൊന്നും ഇന്ന് നിൽക്കണില്ല. എത്രയാണോ എസ് എൽ എന്നുള്ളത് ആ എസ് എൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്യും. കാരണം അപ്സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് എന്തായാലും ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ട്രേഡും ലോസ് ആണെങ്കിൽ കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കും പ്രോപ്പറായിട്ട്. മുകളിലേക്കുള്ള വ്യൂ കിട്ടുന്ന ഏത് ക്യാൻഡിലാണോ നമുക്ക് കിട്ടുക അതിൽ നമ്മൾ എൻട്രി എടുക്കണ രീതിയിൽ. ഓൾമോസ്റ്റ് നമ്മുടെ എസ് എല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പൊ ഇന്നിപ്പോ 2 ലോസ് ആയി. ആദ്യത്തെ ഫസ്റ്റ് ട്രേഡും സെക്കൻഡ് ട്രേഡും നമ്മൾ ലോസ്. നമ്മൾ അതിന് ശേഷം വീണ്ടും, അതായത് നമ്മുടെ ആദ്യത്തെ എൻട്രി സെക്കൻഡ് എൻട്രി എടുത്തതിന് ശേഷം വന്ന ഒരു ഫോണിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി രണ്ടാമത്തത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു എൻട്രി കൂടി എടുത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. 23,900 ഓപ്ഷൻ തന്നെയാണ്. അതായത് ആദ്യം നമ്മുടെ ഫസ്റ്റ് ഇന്നത്തെ എൻട്രി എടുത്തിട്ട് ലോസ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങിയ സെയിം പ്രീമിയം തന്നെയാണ് നമ്മൾ ഇന്ന് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എൻട്രി എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് അപ്സൈഡ് പോകുന്നുള്ള വ്യൂവിൽ തന്നെയാണ് എൻട്രി എടുത്തുള്ളത്. കാരണം ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം ഇത് ഇന്നത്തെ മൂന്നാമത്തെ ട്രേഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസ്, വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്. ജസ്റ്റ് നമ്മൾ മറ്റേത് 15 പോയിന്റ്സ് ഒക്കെ വെക്കണേ, ഇത് വെറും 5 പോയിന്റ്സിന്റെ അടുത്തൊക്കെ സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, കാരണം ഇതിൽ കൂടുതൽ ഇന്ന് നമുക്ക് കളയാനില്ല. അതാണ് നമ്മുടെ വ്യൂ എന്നുള്ളത്. അപ്പൊ ഇവിടുന്ന് എന്തായാലും അപ്സൈഡ് പോകുന്നുള്ള ഒരു വ്യൂ, കാരണം ക്യാൻഡിലിന്റെ ഫോർമേഷനും കൂടി നമുക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നല്ലൊരു മൂവ് കിട്ടുക വെച്ചെങ്കിൽ നമ്മുടെ ഓവറോൾ ലോസ് ഇതുവരെ എടുത്ത 2 ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസും കവർ ചെയ്തിട്ട് പ്രോഫിറ്റിലേക്ക് എന്തായാലും എത്തും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു മൂവ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ സെയിം ഏരിയയിൽ നിന്ന് നല്ലൊരു അപ്സൈഡിലേക്കുള്ള നല്ലൊരു മൂവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ആദ്യത്തെ, അതായത് ഇപ്പൊ എടുത്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് ലോസിന്റെ ലോസ് കവർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എൻട്രി എടുത്തതിന് ശേഷം ആ വെച്ചിട്ട് നടന്ന 5 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് അടക്കം നമ്മൾ ഒരു കോസ്റ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. കാരണം മൂന്നാമത്തെ എൻട്രിയിൽ നമുക്ക് ലോസ് വരെ എടുത്തു എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ താഴേക്ക് വന്നാലും കൂടിയിട്ട് അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ എൻട്രി കൺസിഡർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ എൻട്രി എന്താവും എന്നുള്ളത്. ചിലപ്പോ നമ്മൾ ഇന്ന് 2 ലോസ്, അതായത് ആദ്യത്തെ എൻട്രി എടുത്തിട്ട് വന്ന സ്റ്റോപ്പ് ലോസ് രണ്ടാമത്തെ എൻട്രിയിലത്തെ വന്ന സ്റ്റോപ്പ് ലോസും കവർ ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സിറ്റ് ആണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും പ്രോഫിറ്റിൽ എന്നുള്ള രീതിയിൽ. പലപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രേഡ്സ് നമുക്ക് കിട്ടുന്ന സമയത്ത് നല്ലൊരു മൂവ് കാണിച്ചിട്ട് താഴേക്ക് വരാറുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ മൂവ് കാണിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് അതായത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുമ്പോൾ SL ഹിറ്റ് ആയതിനു ശേഷം വീണ്ടും അപ്സൈഡിലേക്ക് മൂവ് തരും. അപ്പോ അത് നമ്മുടെ പലപ്പോഴും എൻ്റെ ഇമോഷൻസിനെ
ബാധിക്കാറുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. നല്ലൊരു മൂവ് കിട്ടി നമുക്ക് ഇറങ്ങാൻ പറ്റുക നമുക്ക് ഇറങ്ങാം. എന്തായാലും ഇന്ന് നല്ലൊരു മൂവ് കിട്ടി നമ്മൾ എന്തായാലും ഓവറോൾ ലോസിനെ കവർ ചെയ്തിട്ട് പ്രോഫിറ്റിൽ മാത്രമേ എക്സിറ്റ് ആവുള്ളൂ. കാരണം ഇതേപോലെ നല്ലൊരു മൂവ് കിട്ടിയിട്ട് അടക്കം പിടിച്ചിരുന്നിട്ട് പിന്നീട് ലോസിൽ ഇറങ്ങേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരിക്കലും ആവർത്തിക്കാത്ത രീതിയിൽ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു മൂവ് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് ഇപ്പോഴും എത്തിയിട്ടില്ല, റീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്തിട്ട് കോസ്റ്റ് ലോസിലേക്ക് വെച്ചിട്ടുണ്ട്. കോസ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസും കവർ ചെയ്യും, സെക്കൻഡ് ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസും കവർ ചെയ്യും. ഓവറോൾ മൂന്നാമത്തെ ട്രേഡിൽ 1:1 ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഇനി നല്ലൊരു താഴത്തേക്കുള്ള ഫോള് തരികയാണെങ്കിൽ മാത്രം നമ്മുടെ ലോസ് ഓവറോൾ പോകും എന്നുള്ള രീതിയിൽ, ലോസിലേക്ക് പോകും എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മള് വെറുതെ ചാടി കയറിയിട്ട് എക്സിറ്റ് ചെയ്താൽ പലപ്പോഴും നല്ല നല്ല, അതായത് വ്യൂ മാറി നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലാണ്ട് പ്രോഫിറ്റ് കുറയുന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് മാറരുത്. കാരണം നമുക്ക് ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നല്ല 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 ട്രേഡ്സ് നമുക്ക് പലപ്പോഴും മിസ്സാവും. അപ്പൊ അത് കാരണം കൊണ്ട് നോക്കിയിട്ട് മാത്രം എക്സിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഇന്ന് നല്ലൊരു ഇതിൽ ആദ്യത്തെ ട്രേഡ് ആണെങ്കിലും സെക്കൻഡ് ട്രേഡ് ലോസ് അടിച്ചതിന് ശേഷം പ്രോപ്പർ ആയിട്ട് എസ് എൽ ഒക്കെ കീപ്പ് ചെയ്തിട്ട് 1:, ഓവറോൾ 10ന്റെ അടുത്ത് 1:9 വരെ ഇപ്പോ ഈ ട്രേഡ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള ലോസ് കുറയണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ എന്റെ എസ് എല്ലിനെ കയറ്റിയിട്ട് ഒന്നുകൂടി കയറ്റി വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഇറങ്ങാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്തതിൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഓവറോൾ ഇറങ്ങുന്നതാണ്. പലപ്പോഴും ഇങ്ങനത്തെ ക്യാൻഡിൽസ് വരുമ്പോഴേ ഇനി പ്രോഫിറ്റിൽ ഇറങ്ങാ അതെ നമ്മൾ പിടിച്ചിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ താഴേക്ക് വരും. അപ്പൊ നമ്മൾ കയറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സ്വിങ് ലോയ്ക്ക് എടുത്തിട്ടാണ് പിന്നെ അപ്സൈഡ് പോവുക. അപ്പൊ എത്രത്തോളം നമ്മൾ മൊത്തം, അതായത് ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ മുഴുവനായിട്ട് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ലോസിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനായിട്ട് നമ്മൾ പതിയെ എക്സിറ്റ് ആവുക കേട്ടോ ബെറ്റർ. എന്തായാലും നമുക്ക് പതിയെ എക്സിറ്റ് ചെയ്യാൻ നോക്കാം. മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ റിസ്ക് റിവാർഡിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ്. ഞാൻ 1:3 ആണ് എപ്പോഴും നോക്കാറ്, അല്ലെങ്കിൽ എബവ്. ഒരിക്കലും അതിന്റെ താഴേക്ക് നമ്മൾ നോക്കാറില്ല. ഇനി എന്തായാലും താഴത്തേക്ക് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പൊ അത് കാരണം നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യാം.